എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി എടുത്തിരിക്കുന്നത്. അതായത് ബ്രെഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് സമയം വേണം. അതായത് ഇതിനെ ഒരു ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കണം. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അതായത് ഇതിനകത്ത് ഫില്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഇത് സോസ് കൂട്ടി, അതായത് ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഒക്കെ ഉപയോഗിച്ച് കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ നമുക്ക് ചായയുടെ കൂടെ ഒരു സ്നാക്കായിട്ട് കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോയിൽ പോയി നോക്കാം. പിന്നെ ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തരാം. സോസ് കൂട്ടി എങ്ങനെ കഴിക്കാം. എനിക്ക് സോസ് അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ എങ്കിലും ഇത് സോസാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ. അല്ലാതെ വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. നമുക്ക് നോക്കാം. വരും. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് കുക്കറിൽ കട്ട് ചെയ്തിട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒരു സവാളയുടെ തൊലി കളഞ്ഞ് അതും എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ സവാള നല്ലതുപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ പച്ചമുളകും അതെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റാണ് എടുക്കുന്നത്. സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ പച്ചമുളക് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കണം. ഇനി നമ്മുടെ മല്ലിയില, കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിവിടെ പുഴുങ്ങി വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കണ്ടോ, ഇത് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചതാണ്. ഒരു ഫോർക്ക് വെച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കാം. നല്ലപോലെ വെന്താൽ മാത്രമേ ഇത് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുക്കറിൽ തന്നെ വേവിക്കണതാണ് നല്ലത്. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ വേഗം നമുക്ക് വെന്ത് കിട്ടും. കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. എന്ന് വെച്ച് മിക്സിയിലിട്ട് അടിക്കുകയും വേണ്ട. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക്, ഒരു പച്ചമുളകേ ഇതിലെടുത്തിട്ടുള്ളൂ, അതിട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു 1/2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതൊരു 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ആവാം. പിന്നെ കുറച്ച് ഗരം മസാല, അതൊരു 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പൊക്കോട്ടെ. ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കണം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഇട്ട് കൊടുത്തു. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പൊട്ടറ്റോയിൽ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഈ സവാള വഴറ്റിയപ്പോൾ നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ ഉപ്പൊക്കെ പാകമാണോ എന്നുള്ളത് ഒന്ന് നോക്കണം. ഇതിലേക്ക് ഈ മുളകും ഒക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇനി ഞാനിവിടെ അല്പം കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് നല്ലതാണ്, നമുക്ക് ഹെൽത്ത് വൈസ് നല്ലതാണല്ലോ പനീർ, അതുകൊണ്ട് ചേർക്കുന്നതാണ്. ഫില്ലിങ്ങിൽ ഒരല്പം ഉപ്പ് കൂടി ആവശ്യമുണ്ട്. ഒരല്പം ഉപ്പ് കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പിന്നെ കറിവേപ്പിലയും ഒരു 3-4 ഇല ഉണ്ടായിരുന്നു, അതും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഞാനൊരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത്ര വലിയ പീസല്ല, ഒരു മീഡിയം സൈസ് പീസാണ്. അപ്പം 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടെ അല്പം മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പോളം വരും. ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരു ബാറ്റർ പോലെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാനാണ്. ഇതിലേക്ക് വെള്ളം അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ, ഒരുപാട് തിക്കും ആവണ്ട, എന്നാൽ ഒരുപാട് ലൂസും ആവാത്ത തരത്തിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇതിലേക്കൊരു അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അല്പം ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുള്ളൂ, ഒരുപാട് എരിവാവണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ കുരുമുളക് പൊടി ചേർത്താണല്ലോ. പിന്നെ നമ്മുടെ ഫില്ലിങ്ങിനും കുറച്ച് അത്യാവശ്യം എരിവുണ്ടാവും, നല്ലപോലെ സ്പൈസിയാണ്. ബാറ്റർ നമ്മൾ റെഡിയാക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസുമല്ല. ഇത് മതി. ഉപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അല്പം ഉപ്പും ബ്രെഡ് ക്രംസ് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് പോലെ കൊടുക്കാനാണ്. ഇനി നമുക്ക് ഇതിൽ ഈ നമ്മളുടെ ഈ ഫില്ലിംഗ് ഒന്ന്
തേച്ച് കൊടുക്കാം. കണ്ടോ, ഇവിടെ 3 പീസ് ബ്രെഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് 3 പീസായിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഓയിൽ ചൂടാക്കിയിട്ട് ഈ ബാറ്ററിൽ മുക്കി അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമുക്കിത് കണ്ടോ ഇതിലേക്കൊന്ന് വെച്ചൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിൽ വച്ച് അതിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നല്ലതുപോലെ റോസ്റ്റായി കഴിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുത്തു. ഇനി ആ വശവും കൂടെ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം. സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വശം ഒരു ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. അപ്പം ഒരു വശം നല്ലതുപോലെ റോസ്റ്റായി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യവും മൂത്ത് കഴിയുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. സെക്കൻഡ് ബാച്ച് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തു. ഇനി ആ വശവും കൂടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ സ്നാക്ക് ഫുള്ളും റെഡിയായി കഴിഞ്ഞു. കണ്ടോ, എല്ലാം കോരി മാറ്റി. ഇത് ചൂടോടുകൂടി തന്നെയാണ് കഴിക്കേണ്ടത്. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിലെ മസാലയും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഈവനിങ് സ്നാക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും. ഇത് സോസ് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. എനിക്ക് സോസ് ഇഷ്ടമല്ല, എന്നിട്ട് പോലും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സോസുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.